ഷഫീദ് റാവുത്തർ മുണ്ടക്കയിൽ തന്നെ തുടരുകയാണ്. മുണ്ടക്കയിൽ കേന്ദ്രീകരിച്ച് ഒരുപാട് യന്ത്രസാമഗ്രികളുടെ പരിശോധന ഇന്ന് അതിനിർണായകമാണ്. ഒരുപാട് ലയങ്ങൾ ഉണ്ടായിരുന്ന മേഖലകളിലേക്ക് പോകുന്നു. അവിടെ ഒരുപക്ഷെ ചില കൂടുതൽ സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ വന്നേക്കുമെന്നാണ് അവിടുത്തെ ഒരു ആശങ്കയുണ്ട്. ഷഫീദ് റാവുത്തർ തുടർന്നു. ഷഫീദ്, മുണ്ടക്കയെ കേന്ദ്രീകരിച്ച പല സംഘങ്ങളായി കേന്ദ്രീകരിച്ചുള്ള ആ പരിശോധന ഇന്ന് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആണ്. അത് ഏത് ഘട്ടത്തിൽ മഴയില്ലാതിരുന്നാൽ അത് കുറച്ചുകൂടി ശക്തമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ ഷഫീദ്? അങ്ങനെ പ്രതീക്ഷയിലാണ് അവിടെ തെരച്ചിൽ നടക്കുന്നത്. പക്ഷേ ലക്ഷ്മി, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ ആശുപത്രിയിലും ക്യാമ്പുകളിലുമായിരുന്ന മനുഷ്യർ ഇവിടേക്ക് എത്തിയിരുന്നില്ല. ഇപ്പോൾ കുറച്ചധികം ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവർ ഈ ഇവിടെ ഉണ്ടായിരിക്കുന്ന സംഭവത്തിന്റെ ഒരു തീവ്രത അവരത് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഈ സന്നദ്ധ പ്രവർത്തകർ മുണ്ടക്കൈ ഭാഗത്തേക്ക് വരികയാണ്. അവർ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ലക്ഷ്മി, ഈ ദുരന്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു നേർസാക്ഷ്യം, അത് അഭിലാഷ് ഇങ്ങോട്ടേക്കൊന്ന് കൊണ്ടുവന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ മുൻപ് നമ്മൾ ഈ ലൈവ് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഒരുപാട് ലയങ്ങൾ ഉണ്ടായിരുന്നു ഈ ഭാഗത്തൊക്കെ. ആ ലയങ്ങളുടെയൊക്കെ ഒരു അവസ്ഥയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ഒന്നും അവശേഷിക്കാതെ എല്ലാം ഇടിച്ചുപോയി എന്ന് പറയാം. 2019 ഇതിനു മുൻപ് ഇവിടെ സമാനമായ ഒരു ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. അത് രാവിലെ ഏതാണ്ട് 7:30 സമയത്ത് ഉണ്ടായതാണ് ഉരുൾപൊട്ടൽ. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഈ പ്രദേശത്തെ മറുകരയുമായി ബന്ധിപ്പിക്കാവുന്ന ഒരു ഇരുമ്പ് പാലം ഉണ്ടായിരുന്നു. ഇരുമ്പ് പാലം ഒലിച്ചുപോയി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന ദുരന്തത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ പേസാണ്. അല്പസമയം മുൻപ് മറ്റൊരു മനുഷ്യൻ കരഞ്ഞുകൊണ്ട് ഈ ഭാഗത്തേക്ക് വന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ സഹോദരൻ, അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ താല്പര്യപ്പെട്ടില്ല. ആ മാനസികാവസ്ഥയിലല്ല ഇവിടുത്തെ മനുഷ്യർ. നമ്മൾ അവരോട് സംസാരിക്കാൻ പറയുന്നത് തന്നെ ശരിയല്ല. കാരണം അത്രത്തോളം കരഞ്ഞു കലങ്ങി എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട മനുഷ്യരാണ്. ഇതിനപ്പുറത്തേക്ക് മറ്റൊരു ഭാഗത്തേക്ക് കൂടി പോയി കഴിഞ്ഞാൽ ഇതിന്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങോട്ടേക്ക് കൂടി നമുക്ക് പതുക്കെ നടന്ന് നീങ്ങാമെന്ന് തോന്നുന്നു. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഇവിടെ സംഭവിച്ചത്. വലിയ പാറക്കല്ലുകൾ വന്ന് പതിച്ചതിന്റെയും മണ്ണുകൾ വന്ന് പതിച്ചതിന്റെയും നേർചിത്രങ്ങളാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇവിടേക്ക് എത്തിപ്പെടുക അതൊരു ചെറിയ കാര്യമല്ല ഹഷ്മി. കാരണം ഒരുപാട് നടക്കാനുണ്ട് താഴേന്ന്, അത് ചൂരൽമലയിൽ നിന്ന്. അതിനും അപ്പുറത്തേക്ക് ഈ ഭാഗത്തേക്ക് നമ്മൾ ഈ അടുത്തൊരു ദൃശ്യമുണ്ട് അവിടെ ഇപ്പോഴാണ് മണ്ണ് കുറച്ചൊക്കെ നീങ്ങി തുടങ്ങിയത്. ആ ദൃശ്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതിന്റെ തീവ്രത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല ഇവിടേക്ക് ഇതുവരെയും കാര്യമായി ഈ ഭാഗത്തേക്ക് ഒരു തിരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല. കുറച്ചപ്പുറത്തേക്ക് നമ്മൾ കണ്ടതാണ് ഒരു വീടിന്റെ പൂർണ്ണമായ ഭാഗം അത് ഇടിച്ച് പൊളിഞ്ഞുപോയി. ഇപ്പോൾ നമുക്കൊരു ജീപ്പ് ആ ഭാഗത്തേക്ക് കാണാൻ സാധിക്കും. ആ ജീപ്പ് എന്ന് പറയുന്നത് ഇതിൽ തകർന്നു പോയൊരു ജീപ്പാണ്. ഇതിങ്ങനെ മറിഞ്ഞ രീതിയിലായിരുന്നു. പിന്നീട് നാട്ടുകാർ ചേർന്ന് അത് റെഡിയാക്കിയതാണ്. അതുമല്ല ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. അത് ഒരു വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ കൂടുതലും ഉപയോഗിക്കുന്നത് ടാക്സി ആയിരുന്നു. ലയങ്ങളിലെ തോട്ടം തൊഴിലാളികൾ അതിനപ്പുറത്തേക്ക് അവർ ഉപയോഗിച്ചിരുന്ന ഒരു വലിയ എയ്ഡായിരുന്നു ടാക്സിയും ഓട്ടോറിക്ഷയും ഒക്കെ. അത്തരം സാധനങ്ങളൊക്കെ അപ്പാടെ നശിച്ചു പോകുന്ന ഒരു ദുരന്ത ഭൂമിയായി ഈ പ്രദേശം മാറി എന്നുള്ളതാണ്. ഈ ഹാരിസൺ സെന്റിനൽ റോക്ക് എസ്റ്റേറ്റിലാണ് ഇവരൊക്കെ ജോലി ചെയ്തിരുന്നത്. ഇവർ ഭൂരിഭാഗവും ജോലി ചെയ്യുന്നത് അല്ലാത്ത ആളുകൾ മാത്രമാണ്. ഇപ്പോൾ ഈ ദൃശ്യത്തിന്റെ മറ്റൊരു നേർക്കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബൈക്കായിരുന്നു സ്കേൻ. ആ ബൈക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഉരുൾപൊട്ടലിൽ അതൊക്കെ തകർന്നു പോകുന്ന സാഹചര്യം. അതാണ് ഒരു ബൈക്കാണ്, എനിക്ക് തോന്നുന്നു ഒരു ആക്റ്റീവ ബൈക്കായിരുന്നു. ആ ബൈക്ക് ഉൾപ്പെടെ തകർന്നു കിടക്കുന്ന സാഹചര്യം നമുക്ക് കാണാം. അപ്പുറത്തെ ലയങ്ങളിലേക്ക് നമുക്ക് കയറാൻ സമയമുണ്ടെങ്കിൽ അവിടുത്തെ ദൃശ്യങ്ങൾ കൂടി ഭയങ്കരമായ അതിഗുരുതരമായ സാഹചര്യം അവിടെ ഉണ്ടായി. ഈ മണ്ണിൽ പൂർണ്ണമായും പൂഴ്ന്നു പോയ ആ പ്രദേശങ്ങളാണ് ഈ ഭാഗങ്ങൾ. ഒരുപാട് പേരുടെ സഹായങ്ങളും നമുക്ക് ആവശ്യമുണ്ട് ഈ കാര്യത്തിൽ. ഈ വിശദമായത് കാണിക്കൂ. കാരണം നമുക്ക് പുറം ലോകത്ത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന മലയാളികളല്ലാത്തവരുടെ പോലും സഹായം ഈ തരുണത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഒരു സർക്കാരിന് മാത്രമായി നേരിടാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്കതാ ഈ ഭാഗത്തുകൂടി നടന്ന ലയങ്ങളുടെ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കതിന്റെ തീവ്രത കുറെ കൂടി മനസ്സിലാവും. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അഭിലാഷ, ഓട്ടോറിക്ഷ അത് മണ്ണിൽ പുതഞ്ഞ് നശിച്ച് അതിങ്ങനെ മണ്ണൊക്കെ വന്നിങ്ങനെ തകർന്നടിഞ്ഞിട്ട് ആ ഓട്ടോറിക്ഷ ആ ഭാഗത്തേക്ക് പൂഴ്ന്നുപോയ കാഴ്ച കാണാം. നമുക്ക് അകത്തേക്ക് കൂടി കയറി നോക്കാം. ഇപ്പോഴാണ് നമ്മളതാ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ കടത്തിവിടാൻ തുടങ്ങിയത്. ഈ ഭാഗം, ഈ ചൂരൽമല എന്ന് പറയപ്പെടുന്ന മറുഭാഗം, നമ്മൾ ഈ കൽപ്പറ്റ, മേപ്പാടി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ ഭാഗത്തേക്കുള്ള പ്രധാനപ്പെട്ട ഒരു കണക്റ്റീവ് പോയിന്റ്, ഒരു ബ്രിഡ്ജ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ബ്രിഡ്ജ് 2019 തകർന്നെങ്കിൽ 2024 ആകുമ്പോഴേക്കും ഈ പ്രദേശം അപ്പാടെ തകർന്നു പോകുന്ന കാഴ്ച അത് നമുക്ക് ഈ ദുരന്ത ഭൂമിയിൽ കാണാൻ കഴിയും. മഴ ഏതാണ്ട് കുറഞ്ഞപ്പോഴാണ് ഈ ഭാഗത്തേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. അഭിലാഷേ, ഇവിടെ ഇങ്ങോട്ടേക്ക് വരിക അത്യന്തം ദുർഘടമാണ്. കാരണം പുതഞ്ഞു പോകുന്ന വഴികളാണ്, ചെളികളുണ്ട്. നമുക്ക് ഈ മനുഷ്യന്റെ ജീവിത പ്രതീക്ഷകൾ, ആ പ്രതീക്ഷകളുടെ ഒരു ഭംഗം അത് എങ്ങനെ നശിക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക്
ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഒരു ഓട്ടോറിക്ഷയാണ് അത്. സാധാരണഗതിയിലെ ഒരു പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓട്ടോറിക്ഷയാണ്. ആ ഓട്ടോറിക്ഷയുടെ നിലവിലത്തെ ഒരു സാഹചര്യവും അവസ്ഥയുമാണിത്. ലയത്തിന് മുൻപിൽ ഒതുക്കിയിട്ട് രാത്രി ഈ ഓട്ടമൊക്കെ കഴിഞ്ഞു വന്ന് ലയത്തിന് മുൻപിൽ ഒതുക്കിയിട്ട് കിടന്ന് ഉറങ്ങിയതായിരിക്കും സമാധാനമായി. ഒന്നും സംഭവിക്കില്ല, പിറ്റേ ദിവസം ഓടാൻ പോകാം എന്നൊരു പ്രതീക്ഷയുമായി ഒതുക്കിയിട്ടതാണ്. ആ ഓട്ടോറിക്ഷ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ആ മനുഷ്യരെ ആരെയും നമുക്ക് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വീണ്ടും വാഹനങ്ങൾ കാണാം, പൊട്ടിത്തകർന്ന വീടുകൾ കാണാം. നമ്മൾ തൊട്ടുമുകളിൽ നമ്മൾ കണ്ടത് ഏതാണ്ട് ഒരു 3 ലൈൻ ലയങ്ങളായിരുന്നു. ഏതാണ്ട് 18ഓളം കുടുംബങ്ങളായിരുന്നുവെങ്കിൽ ഇങ്ങോട്ടേക്ക് അതിനപ്പുറം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലും എങ്ങോട്ടും പോകാൻ നിവർത്തിയില്ല. ഈ ബന്ധുക്കളുടെ വീടുകളിലേക്കൊന്നും പോകാൻ നിവർത്തിയില്ലാത്ത കുറേയധികം മനുഷ്യരുണ്ടല്ലോ. ആ മനുഷ്യരൊക്കെ ആയിരുന്നു ഇവിടെ പിന്നീട് തുടർന്നത്. ആ മനുഷ്യരുടെ അവശേഷിപ്പുകളാണ് നമുക്ക് ഈ ഭൂമിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ ഓട്ടോറിക്ഷയ്ക്ക് പുറമെ ഒരു ബൈക്കുണ്ട്, ബൈക്കിനപ്പുറത്തേക്ക് ഒരു കാർ, അതും ടാക്സി ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരും ഈ നിത്യജീവിതത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വാഹനമുണ്ട്. ആ വാഹനമൊക്കെ ഈ ലയത്തോട് ചേർന്ന് മണ്ണ് വന്നിങ്ങനെ അടിഞ്ഞു നിൽക്കുന്ന രീതി. അഭിലാഷ് ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കും അഭിലാഷ്. ആ അവസ്ഥയിൽ കൂടി ഇക്കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അത്യന്തം സഹിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഏറ്റവും ഒടുവിൽ അവിടുത്തെ ഉണ്ടായിരുന്ന ഒരു സന്നദ്ധ പ്രവർത്തകൻ വന്ന് പറയുകയായിരുന്നു സ്കെയിൻ, അതായത് ഈ പ്രദേശത്തെ ആളുകളെ ഇനി നോക്കേണ്ടതില്ല, കാരണം അവരെല്ലാം പോയി കാണാൻ സാധ്യതയുണ്ട്. നിലവിൽ കിട്ടിയതിനപ്പുറത്തേക്ക് കൂടുതൽ മൃതദേഹങ്ങൾ, അത് പറയുന്നതിൽ സങ്കടമുണ്ട്, കൂടുതൽ മൃതദേഹങ്ങൾ ഈ ഭാഗത്തുണ്ടാകും എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു ജീപ്പാണ്. ആ ജീപ്പ് കുറച്ച് അപ്പുറത്തേക്ക് ഒരു ഭാഗത്തേക്ക് ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ മലവെള്ളപ്പാച്ചിൽ ഇങ്ങനെ കുത്തിയൊലിച്ച് ഉരുൾ വന്ന സമയത്ത് അതെല്ലാം കൂടി എടുത്ത് ഇപ്പുറത്തേക്ക് അടിച്ചൊരു ദൃശ്യമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അതും നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത കരച്ചിലുകളും നിലവിളികളും പശ്ചാത്തലവും. നേരത്തെ വിജയകുമാർ പറഞ്ഞ അത്തരം പശ്ചാത്തലങ്ങൾ ഇവിടെയുണ്ട്. അത് നമ്മൾ കുറച്ചുകൂടെ അടുത്ത് കാണുന്നത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഈ ലയങ്ങളുടെ അടുത്തേക്ക് കടക്കുമ്പോഴാണ്. പക്ഷേ അപ്പുറത്തെ കാഴ്ച കൂടി നമുക്ക് കാണാം. അവിടെയും രക്ഷാപ്രവർത്തനമുണ്ട്. ഉറപ്പായിട്ടും ഈ പ്രദേശത്തെ റീബിൽഡ് ചെയ്ത് ഇനി എടുക്കുക എനിക്കറിയില്ല എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത്. കാരണം അത്രയ്ക്കധികം നശിച്ചു. നമ്മൾ ഈ നശിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഇനി ഇവിടേക്ക് സാധാരണഗതിയിൽ നമ്മളെയൊക്കെ നാട്ടിൽ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ അവിടേക്ക് വെള്ളം കയറുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു കാലം കഴിയുമ്പോൾ അടുത്ത കാലത്തേക്ക് വന്ന് അത് ക്ലീൻ ചെയ്ത് അവർ താമസയോഗ്യമാക്കുന്നതാണ്. പക്ഷേ ഇവിടങ്ങളിൽ ഇനി അതൊക്കെ നടക്കുമോ എന്ന് എനിക്കറിയില്ല. മാത്രമല്ല ഇതൊരു സ്കൂട്ടറാണ്. ആ സ്കൂട്ടറും ഒരുപക്ഷെ ഇവിടെ നിന്ന് അത്ര മേപ്പാടിലേക്കൊക്കെ പോകാൻ അവർ നിത്യേന ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായിരിക്കാം. ആ സ്ഥലത്താണ് ഇത്തരം കാര്യങ്ങൾ കൂടി നടക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി ദൃശ്യങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ഈ പ്രതീക്ഷയേറ്റ മനുഷ്യൻ, വളരെ പെട്ടെന്നുണ്ടായ ഒരു പ്രകൃതി ദുരന്തം, ആ പ്രകൃതി ദുരന്തത്തിൽ പകച്ചുപോയ മനുഷ്യൻ എങ്ങോട്ടേക്ക് ഇറങ്ങി ഓടും? സത്യം പറഞ്ഞ സ്കെയിൻ, ഇവിടേക്ക് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ, ഉരുളൊക്കെ പൊട്ടിക്കഴിഞ്ഞു വന്നാൽ, നേരത്തെ ഇവിടുത്തെ ആ സുഹൃത്ത് പറഞ്ഞതാണ്, ആ രീതിയിൽ അവർ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തത് ഇതിങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് രാവിലെ ആയതുകൊണ്ട് ഇറങ്ങി ഓടും. ഇവിടെയൊക്കെ മനുഷ്യവാസം ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. കാരണം ചെരുപ്പടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. എല്ലാം ഒരു നാടായിരുന്ന നമ്മൾ ഈ ബോണക്കാടൊക്കെ കാണുന്ന പോലെ ലയങ്ങളൊക്കെ പൂർണ്ണാർത്ഥത്തിൽ പ്രവർത്തിച്ചൊരു സ്ഥലമാണ്. ആ സ്ഥലമാണ് ഇപ്പോൾ ഈ രീതിയിലേക്ക്, വൈദ്യുതി ബന്ധമൊക്കെ തകർന്നു തരിപ്പണമായി കിടക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. നമുക്ക് അവിടെ രക്ഷാപ്രവർത്തനം കാണാം. ഈ ബ്ലോക്കിനപ്പുറത്തെ ബ്ലോക്കിലും ഇതേ രീതിയിൽ തന്നെ ലയങ്ങൾ ഉണ്ടായിരുന്നു. ആ ലയങ്ങളൊക്കെ നശിച്ച് നാരായണക്കല്ലായി പോയ ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. അത്രയ്ക്കധികം തീവ്രമായിരുന്നു ഈ ദുരന്തം. മനുഷ്യൻ അവരുടെ ഡ്രസ്സുകളടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പാടെ ഇതൊക്കെ പൊളിഞ്ഞുപോയി. പക്ഷേ ഇവിടെ നിന്ന് മറ്റൊരു ദൃശ്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഓട്ടോറിക്ഷയും ഒരു പക്ഷേ ഈ വീട്ടുമുറ്റത്ത് എവിടെയെങ്കിലും ഒരു അന്നേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടി ഓട്ടമോടി ഒരാളുടെ ഓട്ടോറിക്ഷയാണ്. ആ ഓട്ടോറിക്ഷ മണ്ണിൽ പുതഞ്ഞൊരു സൈക്കിളും, അതൊരു വിദ്യാർത്ഥിയുടെ സൈക്കിളാണ്. ആ വിദ്യാർത്ഥിയുടെ സൈക്കിൾ അടക്കമുള്ള കാര്യങ്ങൾ ആ രീതിയിൽ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. തൊട്ടപ്പുറത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ മേഖല, അത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഹാരിസൺ എസ്റ്റേറ്റിൽ ജോലി ചെയ്ത് ജീവിതം പുലർത്തിയിരുന്ന ആദ്യ തലമുറയായിരുന്നു അവരുടേത്. പിന്നീട് ആ തലമുറ മറ്റ് വിദ്യാഭ്യാസമടക്കം നേടിക്കൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. ഇവിടെ നിന്ന് കുറച്ചുപേർ പ്രവാസികളായിട്ടൊക്കെ പുറത്തേക്ക് പോയി എന്ന് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്കുള്ള അവരുടെ ജീവിതം, ഉപജീവനമൊക്കെ ഇങ്ങനെ ക്ലച്ച് പിടിച്ച് അതൊന്ന് നന്നായി വരുന്നൊരു സമയത്തു കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഞാൻ മുൻപ് സംസാരിച്ചപ്പോൾ പറഞ്ഞ ആ മനുഷ്യൻ വന്ന് പറഞ്ഞതാണ്, മോളുടെ കല്യാണം അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ എങ്ങനെയെങ്കിലും ഒന്ന് കരയ്ക്കെത്താമെന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇനി ഈ മനുഷ്യന്മാർ, ഈ അവശേഷിക്കുന്ന മനുഷ്യന്മാർ ഈ മുറിവ് കൊണ്ട് എത്ര കാലം ജീവിക്കേണ്ടി വരുമെന്നാണ്. നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തെ ഭാഗത്തുകൂടി അഭിലാഷേ പോകാം. പക്ഷെ അവിടേക്ക് അങ്ങോട്ട് പോവുക ദുർഘടം പിടിച്ച വഴിയാണെന്ന് തോന്നുന്നു. ആ ഭാഗത്തേക്ക് ഇപ്പോൾ JCB ഉപയോഗിച്ചുകൊണ്ട് ഈ വീടിരുന്ന പ്രദേശങ്ങളടക്കമുള്ള സ്ഥലങ്ങൾ അവിടേക്ക് പോവുകയാണ്. അവിടേക്ക് ഈ ചെളി നിറഞ്ഞ അവസ്ഥയാണ്. അതായത് മുകളിൽ നിന്ന് ഒഴുകി വന്ന ചെളി നിറഞ്ഞ അവസ്ഥയാണ് ഈ ഭാഗത്ത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് മറുഭാഗത്തു കൂടി പോയാൽ അവിടെ രക്ഷാപ്രവർത്തനവും ഇവിടെ മുൻപുണ്ടായിരുന്ന ഇരുമ്പ് പാലം ഉണ്ടായിരുന്ന സ്ഥലമടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഈ ലയങ്ങൾ അപ്പാടെ തകർന്നു. അത് ഒരു 5 ലയങ്ങളോളം
5 ലയങ്ങളിൽ എങ്ങനെ പോയാലും 18 വെച്ച് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ഉണ്ട് സ്കിൻ അത്രയധികം വലിയൊരു കണക്ക്. അത്രയും മനുഷ്യരിൽ കുറച്ചുപേർ മാറി താമസിച്ചിട്ടുണ്ട്. കാരണം ഈ സംഭവം നടക്കുന്നതിന്റെ തലേദിവസം വൈകിട്ട് 7 മണിക്ക് ഇവിടുത്തെ പഞ്ചായത്തിൽ നിന്നും മറ്റോ ചില ആളുകൾ വന്ന് പറഞ്ഞിരുന്നു അവരോട്, അതായത് നിങ്ങളൊന്ന് മാറി താമസിക്കണമെന്ന്. പക്ഷേ എങ്ങോട്ടും പോകാനില്ലാത്ത മനുഷ്യർ, ബന്ധുജനങ്ങൾ, ദൂരെയുള്ള മനുഷ്യരൊക്കെ ആ രാത്രി എങ്ങോട്ട് പോകുമെന്നുള്ള ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ തുടർന്നിട്ടുണ്ടാകും. ആ മനുഷ്യർക്കാണ് ജീവൻ നഷ്ടമായത്. ആ മനുഷ്യർക്കാണ് അവരുടെ ജീവിതവും ജീവിതാവസ്ഥകളും മുഴുവൻ നഷ്ടമായത്. ഇപ്പോൾ ഈ ലയത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകാം. സ്കെൻ ഇവിടെ നിന്നായിരുന്നു അപ്പുറത്തേക്ക് ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലമൊക്കെ അപ്പാടെ തകർന്ന അവസ്ഥയിലാണ്. ഇതാണ് ഈ ഭാഗത്തായിരുന്നു ആ പാലം ഉണ്ടായിരുന്നു. അപ്പുറത്തെ കരയെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പാലമായിരുന്നു അത്. ആ പാലമൊക്കെ അപ്പാടെ തകർന്നു. ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നു. കാരണം കുഞ്ഞുങ്ങളുടെ ചെരുപ്പ് കാണാം, ഈ പാവക്കുട്ടികളെ കാണാം, അവരുടെ ടോയ്സ് കാണാം, അതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതടക്കം എല്ലാം ഈ ഉരുൾപൊട്ടലിൽ അങ്ങനെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ നടക്കുന്നുണ്ട് സ്കെൻ. കാരണം ഈ പ്രദേശത്ത് ഇവിടെയാണ് ഇതിന്റെ എക്സ്ട്രീം എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലൈൻ കൂടി സ്കെൻ, അഭിലാഷ് പതുക്കെ വന്നാൽ മതി. അഭിലാഷ്, ഈ ഒരു ലൈൻ കൂടി ഈ ഭാഗത്ത് ഒരു ലയങ്ങൾ ഉണ്ടായിരുന്നു. ആ ലയങ്ങൾ പൂർണ്ണമായി പോയി. അതായത് അത് അടിപ്പെട്ട മേഖല കാണുകയായിരുന്നു പ്രിയപ്പെട്ടവർ. നമ്മൾ നേരത്തെ എല്ലാ ദിവസവും കാണുന്ന ദൃശ്യങ്ങളാണ് ഇത്, പക്ഷേ കുറച്ചുകൂടി പൊള്ളിക്കുന്ന, വേദനിപ്പിക്കുന്ന ദൃശ്യം.